കിറ്റ് വോട്ടായിട്ട് മാറുമെന്നാണ് ഇവർ ധരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും വലിയ തോതിൽ ആരോപണങ്ങൾക്ക് വിധേയരായിരുന്നു. അവർക്ക് കിറ്റ് അല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. 88 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായ കിറ്റ് എത്തിച്ചു. ആ കിറ്റ് ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് മാത്രം. ഒരു കാര്യം സംബന്ധിച്ചാൽ മനസ്സിലാവും, രണ്ടു കൂട്ടർ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. എത്രയൊക്കെ കൂട്ടിക്കഴിച്ചു കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞത് ഒരു 2-3 സീറ്റിലെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഉള്ള ദേശീയ ജനാധിപത്യ 5 സീറ്റും നേടുമെന്ന് ഞാൻ ആദ്യം കുറച്ച് കഴിഞ്ഞല്ലോ. BJP ഒരു സീറ്റ് നേടുകയില്ല. യാതൊരു തർക്കവും വേണ്ട. ജില്ലയിലെ 5 സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യം വിജയിക്കും. ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുവാൻ, വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ആണ് തെളിയിച്ചിട്ടുണ്ട്. BJP ജില്ലയിൽ നിന്നൊരു വിജയം നേടുമെന്നുള്ള അവകാശമാണ്. അതിനകത്ത് കാരണം പറയുന്നത് നമ്മുടെ ശബരിമല വിഷയം. അവര് തുറന്ന അക്കൗണ്ട് പോലും ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോകുന്നു. തുറന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നു തിരുവനന്തപുരം. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് കഴിഞ്ഞു. ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഇനി മണിക്കൂറിൽ മാത്രമേ ഉള്ളൂ. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏറ്റവും നിർണായകമായ ചില മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ആറന്മുള, കോന്നി ഒക്കെ. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 3 രാഷ്ട്രീയ പാർട്ടികളും ശബരിമല വിഷയമായിരുന്നു ഏറ്റവും കൂടുതൽ ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എന്നാൽ ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ജില്ലയിൽ 5 നിയോജകമണ്ഡലമുണ്ട്. ഈ 5 സ്ഥലത്തും 3 രാഷ്ട്രീയ പാർട്ടികളുടെയും വിജയം ഏത് തരത്തിലായിരിക്കും? നേരത്തെ 5 സ്ഥലത്തും LDFന്റെ ഭരണമായിരുന്നു. എന്നാൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് UDF പറയുന്നത്. 5ഉം നിലനിർത്തും എന്ന് LDF പറയുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പത്തനംതിട്ട നഗരസഭയുടെ ചെയർമാനും CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, അതോടൊപ്പം തന്നെ DCCയുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, BJPയുടെ ദക്ഷിണ മേഖല ജനറൽ സെക്രട്ടറി ഷാജി വി നായർ എന്നിവർ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം സുരേഷ് കുമാർ, കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന 5 നിയോജകമണ്ഡലത്തിൽ എത്രയിടത്ത് വിജയിക്കാൻ സാധിക്കും? കോൺഗ്രസ് പാർട്ടി പത്തനംതിട്ട ജില്ലയിലെ 4 സ്ഥലങ്ങളിലും UDFന്റെ ലെവലിൽ മത്സരിക്കുന്ന തിരുവല്ലയിലെ സ്ഥാനാർത്ഥി, അങ്ങനെ UDFന്റെ 5 പേരും പത്തനംതിട്ട ജില്ലയിൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. 5 സ്ഥലങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ UDFന് അനുകൂലമായ ഒരു വിധേയത്വം ഈ 5 സ്ഥലങ്ങളിലും ഉണ്ടാകുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ചില മണ്ഡലങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തോന്നിച്ചിരുന്നു. എന്നാൽ ആ പ്രചരണം ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ വലിയ ആത്മവിശ്വാസമാണ്. പല കാരണങ്ങളുണ്ട്. ആ ചർച്ചാ മധ്യേ ഞാൻ അത് വിശദീകരിച്ചോളാം. അപ്പോൾ 5 മണ്ഡലങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷയും അത് ഒരു വസ്തുതയായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താ പറയുന്നത്? UDF പറയുന്നു 5 ഇടത്ത് വിജയിക്കുമെന്ന് പറയുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ 5 മണ്ഡലങ്ങളും നിലനിർത്തും എന്നുള്ളതാണ്. അതിനകത്ത് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയപരിപാടികൾ ജനം നെഞ്ചിലേറ്റ് സ്വീകരിച്ചതാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം തുടരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ 5 മണ്ഡലങ്ങളിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. കോന്നിയിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വളരെ നന്നായി പെർഫോം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, വളരെ ചുരുങ്ങിയ 1.5 വർഷക്കാലത്തിനിടയിൽ. അതുപോലെയാണ് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങൾ പോലെ തന്നെ 5 മണ്ഡലങ്ങളിൽ വികസനത്തിൻ്റെതായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ്റിനോടുള്ള ഒരു പോസിറ്റീവ് വോട്ട്, നിലവിലുള്ള MLA മാർക്കെതിരെ ഒരു ആൻറ്റി ഇൻക്യുബൻസി ഫാക്ടർ ഇല്ലാത്തതും ഈ മണ്ഡലങ്ങൾ 5 LDF നിലനിർത്തും എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് തന്നെയാണ്. ഷാജിദ്,
ഒരു BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സ്ഥലമാണല്ലോ കോന്നി ജില്ലയിൽ, പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നു. എന്ത് പറയും? ഇവിടെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും വലിയ അവകാശവാദം ഉന്നയിച്ചു. 5-5 നേടുമെന്ന് അവർ പറയുന്നു. എന്തായാലും വോട്ടെണ്ണുന്നിടം വരെ എല്ലാവർക്കും അവകാശങ്ങൾ ഉന്നയിക്കാനും സ്വപ്നം കാണാനൊക്കെയുള്ള അവകാശത്തെ ഞാനും അനുവദിച്ചു കൊടുക്കും. പക്ഷെ പത്തനംതിട്ടയുടെ യാഥാർത്ഥ്യം അതാണോന്ന് പരിശോധിക്കും. പത്തനംതിട്ടയുടെ കഴിഞ്ഞകാല രാഷ്ട്രീയം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി പരിശോധിച്ചാൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ക്രമാനുഗതമായി കഴിഞ്ഞ കാലങ്ങളിൽ വളർച്ച നേടിയ ഒരു മുന്നണി എന്ന് പറയുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം തന്നെയാണ്. കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ മാത്രം നോക്കിയാൽ അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പും 2016 തെരഞ്ഞെടുപ്പിൽ തുടങ്ങി പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ വലിയ തോതിലുള്ള വളർച്ച നേടാൻ സാധിച്ചു. മറ്റ് രണ്ട് മുന്നണികളും ചില സമയത്ത് ഉയർന്നു വരികയും പിന്നീട് താഴോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ ക്രമാനുഗതമായി വളരുന്ന ഒരു മുന്നണി തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യം തന്നെ. അതൊരു ഘടകം. 2 സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പോളിംഗിന്റെ അന്നേ ദിവസം വരെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി സംവിധാനം ജില്ലയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ വിലയിരുത്തപ്പെടും, അല്ലെങ്കിൽ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുക. പിന്നെ നമുക്കൊക്കെ അറിയുന്നത് പോലെ സ്ഥാനാർത്ഥി ആരെന്നുള്ളത് അതിനോടൊപ്പം തന്നെ ആനുകാലികമായ രാഷ്ട്രീയം ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുമ്പോഴും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാണ് പത്തനംതിട്ടയുടെ. കാരണം 2 മുന്നണികൾ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ച 2 മുന്നണികളുടെയും ഭരണം, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നത്, അത് കേരളം നല്ല നേരിട്ട് ബോധ്യപ്പെട്ടു. ഇത്രയും അഴിമതി നടന്ന ഭരണം കേരളത്തിന്റെ അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ള അഴിമതിയെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ ഞങ്ങൾ അതിന് പകരം മാതൃകയായിട്ട് കാണിച്ചിരിക്കുന്നത് കേന്ദ്രത്തിലിരിക്കുന്ന മോദിയുടെ ഗവൺമെന്റും അതേപോലെ തന്നെ BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളും. അഴിമതിയുടെ ഒരു ആരോപണങ്ങൾ പോലും നേരിടേണ്ടി വരാത്ത ഗവൺമെന്റുകളാണ് ഇവിടെയൊക്കെ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അഴിമതി രഹിത ഭരണമെന്ന് ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യത്തിന് പത്തനംതിട്ടയിൽ തീർച്ചയായിട്ടും അംഗീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ UP മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാലികളായാലും ഇതിലൊക്കെ പങ്കെടുത്ത ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ല. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് ഒരു മണ്ഡലത്തിൽ നിന്നിവിടെ മത്സരിക്കുന്നുണ്ടായി. ഒരു സംശയവും വേണ്ട. ഇവരുടെ പോലെ അവകാശവാദത്തിനപ്പുറത്ത് ഞാൻ അങ്ങനെ ഒരു നമ്പരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വരാൻ പോകുന്ന കേരള നിയമസഭയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരു സംശയമില്ല. ഈ പ്രധാനമന്ത്രി വന്നത് വിജയത്തിന്റെ പ്രധാന ഘടകമായി കരുതുന്നു. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം വന്ന ടൈമിംഗ് ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. 2 കാര്യമുണ്ട്. താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞു ശബരിമല വിഷയം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമോ എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ജില്ലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ശബരിമല പത്തനംതിട്ടയിലായതുകൊണ്ട് മാത്രമല്ല, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടന്ന സമര പരിപാടികൾ കണ്ട മണ്ണാണിത്, കണ്ട ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തിന്റെ വരവിൽ ആ വിഷയങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു പത്തനംതിട്ട ജില്ലയിലുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്. പ്രധാനമന്ത്രിയുടെ ആ വൻപിച്ച റാലി ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ റിസൾട്ടിനെ വലിയ തോതിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാക്കാൻ സഹായിക്കും എന്നൊരു സംശയം. BJP ജില്ലയിൽ നിന്നൊരു വിജയം നേടുമെന്നുള്ള അവകാശമാണ്. അതിനകത്ത് കാരണം പറയുന്നത് നമ്മുടെ ശബരിമല വിഷയം. അവര് തുറന്ന അക്കൗണ്ട് പോലും ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോകാം. തുറന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകാം. തിരുവനന്തപുരത്ത് കേരളത്തിലാകെ തുറന്ന ഒരു അക്കൗണ്ട് അത് CPM ക്ലോസ് ചെയ്യാൻ പോകാം. അപ്പോൾ പത്തനംതിട്ടയിൽ അവർ ജയിക്കില്ലെന്നാണ് കുറിച്ചൊരു തർക്കം അദ്ദേഹം പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. ഏതായാലും ശരി, ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നു. അതുവരെ അദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കട്ടെ, മധുരമായ സ്വപ്നം. ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സുരേന്ദ്രൻ 3ാം സ്ഥാനത്തായി. സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് ആണല്ലോ എന്നാണ്. അല്ല, അത് അദ്ദേഹം കോന്നിയെ പറ്റിയാ പറഞ്ഞത്. കോന്നിയിൽ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും ആർക്കാ വോട്ട് ചെയ്തത്? സത്യഹൃദയം പറയട്ടെ, അദ്ദേഹത്തിന് അവകാശപ്പെടാൻ പറ്റുമോ ദിനേഷ് കുമാർ കിട്ടിയെന്നുള്ളത്? വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPMന് ഉൾപാർട്ടിയിലുള്ള അവരുടെ വിരുദ്ധത പ്രകടമാവുകയും ഞാൻ മനസ്സിലാക്കുന്നത് തിരുവല്ല ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. തൽക്കാലം ഇവരിതൊക്കെ പറയുമെങ്കിലും CPM വോട്ട് പോലും പൂർണ്ണമായിട്ടും പിടിക്കാനായിട്ട് കോന്നിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിപ്പോൾ പറയാം, പക്ഷെ യാഥാർത്ഥ്യം ഞാൻ ഈ പറഞ്ഞതാണ്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പറയാനെനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷാജി പറയുന്നത് കേട്ട എനിക്കൊരു
ഒരു രസം പോലെ അല്ലെങ്കിൽ ഒരു ചിരിക്കാനും പറ്റത്തില്ല, ചിരിക്കാതിരിക്കാനും പറ്റുന്ന സ്ഥിതി എത്തിരിക്കുക. കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം, ചർച്ചയിൽ പറയുന്നുണ്ടായിരിക്കും, പത്തനംതിട്ട ജില്ലയിൽ BJP എവിടെയെങ്കിലും ജയിക്കുന്നു ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി പറയും, വിജയിക്കത്തേ ഇല്ല. കൊച്ചുകുട്ടിയല്ല, അല്ല, ആരുമായിട്ട് വോട്ട് ചെയ്യുന്നത് 18 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്, ശരി. പക്ഷേ പത്തനംതിട്ടയിൽ BJPയുമായിട്ട് ഒരിടത്തൊരു മത്സരമില്ല. ഇപ്പോൾ ശ്രീ സക്കീർ ഹുസൈൻ സൂചിപ്പിച്ചു, കോന്നിയിൽ അതാണ് യാഥാർത്ഥ്യം. കോന്നിയിൽ UDFും LDFും തമ്മിലാണ് മത്സരം. ആറന്മുളയിലെ സ്ഥിതി നിങ്ങൾക്കറിയാം. ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയില്ല, നല്ലൊരു സ്ഥാനാർത്ഥി BJPയുടെ. 2015 തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ ഉള്ളന്നൂർ ഡിവിഷനിൽ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയാണ് ആറന്മുള മണ്ഡലത്തിൽ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് നിൽക്കാമായിരുന്നല്ലോ. അതുപോലെ എത്രയോ ആളുകൾക്ക് BJPയുടെ തലമുതിർന്ന നേതാക്കന്മാരോടുണ്ട്. അവർക്കൊന്നും കൊടുക്കാതെ വീണ ജോർജിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ, ആ സ്ഥാനാർത്ഥിയാണ് ആറന്മുളയെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഇവിടെ വോട്ട് കിട്ടുമെന്ന് ആരും ധരിക്കുന്നുണ്ടോ? കേരളത്തിൽ തന്നെ BJP ഈ പ്രാവശ്യം വലിയ ഒരു പടുകുഴിയിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഒരു സീറ്റും കിട്ടാൻ പോകും. നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം. അതായത് തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി, നമ്മൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് കോൺഗ്രസിലെയോ CPMിലെയോ പോലെ ആയിരുന്നില്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലും ആറന്മുളയിലും ആരാവണം സ്ഥാനാർത്ഥി എന്ന് തീരുമാനമെടുക്കുന്ന ചർച്ച പോലും നടന്നത് കേന്ദ്ര ലെവലിലാണ്, ദേശീയ ലെവലിലാണ്. പ്രഖ്യാപനം പോലും ആദ്യം വന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ പ്രശ്നം എന്തെന്നറിയോ? ഇടതുപക്ഷത്തിന് UDFിനും ഉള്ളൊരു പ്രശ്നം, കേരളത്തിലെ വടക്കേന്ത്യൻ സംസ്ഥാനം, പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ, ഗോവ, ഇവിടെയൊക്കെ തന്നെ ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ BJPയോട് ചേർന്ന് നിൽക്കുകയാണ് ധാരാളമായിട്ട്. അവിടെയൊക്കെ ഭരിക്കുന്നത് BJPയാണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഇത് കേരളത്തിൽ ഇപ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ധാരാളം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ BJPയുടെ അടുക്കുന്നുണ്ട്, BJPയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസിങ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ പാർട്ടിയുടെ ദേശീയ തലത്തിൽ പോലും ഉണ്ടായ ഇടപെടലാണ്. അങ്ങനെയാണ് അദ്ദേഹം വളരെ ചെറിയ, ഞാൻ ഇതിന് വല്ല നിങ്ങൾക്ക് വല്ല അളവ് പോലുണ്ടോ ഈ സ്ഥാനാർത്ഥിയുടെ? എനിക്ക് മനസ്സിലാകുന്നിട്ട് ചോദിക്കുക. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. ഒന്ന്, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സഭയുടെ ഉയർന്ന നിലവാരത്തിലുള്ള കമ്മിറ്റിയിൽപ്പെട്ട ഒരാളാണ്. ആ തരത്തിലുള്ള ഒരാളിനെ ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥിയായ അവർക്ക് വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ പ്രാവശ്യം LDF ഇവിടെ ഒരാളിനെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ UDFിന് ഒരു പ്രശ്നമില്ല. BJP പ്രഖ്യാപിച്ചോ, BJP ഒരു സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് കാലിളക്കം തുടങ്ങും. താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോഴും അടിവരയിട്ട് പറയുന്നു, ആറന്മുള മണ്ഡലത്തിന്റെ തീരുമാനം വളരെ ആലോചിച്ച് ഉറച്ചെടുത്ത തീരുമാനമാണ്. വലിയ ചർച്ചകൾ അതിന്റെ പുറത്ത് നടന്നിട്ടുള്ളതാണ്. ഏറ്റവും ശക്തനായിട്ടുള്ള ആറന്മുളയ്ക്ക് ചേർന്ന സ്ഥാനാർത്ഥി തന്നെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ BJPയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, CPMന്റെ കാര്യം ഇപ്പോഴത്തെ പറയാൻ എനിക്കുണ്ട്. റാന്നിയിലെ സ്ഥാനാർത്ഥി, അവിടെ എത്രയോ മിടുക്കന്മാരായ ആളുകൾ സ്ഥാനാർത്ഥികളാകാമായിരുന്നു. SFI കൂടി കോൺഗ്രസിൽ വന്ന്, കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസിൽ ചാടി മറിഞ്ഞ് വരുന്ന ആളിനെ ആളോട് ഏതുമായിക്കൊള്ളട്ടെ. ഈ സംസ്ഥാനം ഒട്ടാകെ നോക്കിയതാണ് ചിത്രം. സംസ്ഥാനം ഒട്ടാകെ നോക്കിയാൽ കോൺഗ്രസിൽ നിന്ന് ചാടുന്നവർ, BJPയിൽ നിന്ന് ചാടുന്നവർ, ഇവരെയൊക്കെ വെച്ചാണ് CPM സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിറവത്ത് കേരള കോൺഗ്രസിൽ നിന്നും CPMൽ അല്ല, കേരള കോൺഗ്രസിൽ നിന്നും CPMന് സ്ഥാനാർത്ഥി കൊടുക്കുകയാണ്, തിരിച്ചു കൊടുക്കുന്ന മത്സരങ്ങളിൽ. ഒരു സ്ഥാനാർത്ഥികൾ, ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെ നോക്ക്, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, ബഹുമോ പ്രതിഭകൾ, വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അതല്ലാതെ ഞങ്ങളാരെയും ചാക്കിട്ട് പിടിക്കാനോ അല്ലെങ്കിൽ മറുകണ്ഠത്തിൽ നിൽക്കുന്ന ആളുകളെ ചാക്കിട്ട് പിടിക്കാനോ. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലേക്ക് ആൾക്കാർ വരാത്തത് കൊണ്ടാണ്, ആഗ്രഹമില്ലാഞ്ഞൊന്നുമല്ല. നിങ്ങൾക്ക് കിട്ടിയ സമയത്തിന് സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിലേക്ക് ചെല്ലാൻ ആളില്ല, അതുകൊണ്ടുള്ള പ്രശ്നം. അപ്പം ഈ സ്ഥാനാർത്ഥി നിർണയം വരെ ഈ രീതിയിലാണ് BJPയുടെ CPMന്റെ പോയിരിക്കുന്ന സംസ്ഥാനത്ത്. പക്ഷെ നമ്മൾക്ക് ചോദിക്കുന്നത്, ജില്ലയിൽ പത്തനംതിട്ടയിലെ പോളിംഗ് ശതമാനം കുറവായിരുന്നു. 67.18% പോളിംഗ് പത്തനംതിട്ട ജില്ല നടന്നത് മുൻ വർഷത്തെ കുറവാണ്. ഈ കുറവ് ഏത് പാർട്ടിയെ ബാധിക്കാനാണ് സാധ്യത? കോൺഗ്രസിന്റെ പ്രവർത്തകരും UDFിന്റെ പ്രവർത്തകരും കൃത്യമായി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള വിശകലനങ്ങളിലും ബൂത്തുകളിൽ നിന്നും റിപ്പോർട്ടുകളും അനുസരിച്ച് പല സ്ഥലങ്ങളിലും BJPയുടെ സജീവ പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത ആളുകൾ മാറി നിന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിലും CPMന്റെയും ആറന്മുള അടക്കമുള്ള സ്ഥലങ്ങളിൽ ധാരാളം CPMന്റെ പ്രവർത്തകർ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ കിട്ടുന്ന റിപ്പോർട്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകർ, ഞങ്ങൾ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും കോൺഗ്രസിനിടയിൽ സൗന്ദര്യപ്പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ഈ തവണ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർ
താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാ നേതാക്കന്മാരും ഒന്നിച്ച് ഇറങ്ങിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു വിശകലനത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരും UDF-ൻ്റെ അനുഭാവികളും കഴിയുന്നത്ര വോട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ CPM-നെ ബാധിക്കും? വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്, വോട്ടിംഗ് ശതമാനം കൂടുന്നതും കുറയുന്നതും എല്ലാം അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയമാണ്. ഒരു വിഭാഗം BJP-ന്നും CPM-നും വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കുറവുണ്ടായെന്നാണ്. BJP-യുടെ ഒരു വിഭാഗം ആളുകൾ ചിലപ്പം പിന്നെ നിരാശ വോട്ട് ചെയ്യാതെ വന്നിട്ടുണ്ടാകുമായിരിക്കും. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ ആറന്മുള പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മത്സരിപ്പിച്ച് ഗണ്യമായ വോട്ടുകളൊക്കെ പിടിച്ചതിന് ശേഷം സ്വാഭാവികമായി സ്ഥാനാർത്ഥി മോശക്കാരനൊന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായൊന്നുമല്ല ഞാൻ പറയുന്നത്, തീർത്തും അപ്രസക്തനാകുന്ന മറ്റേ കമ്പാരിറ്റീവ്ലി അപ്രസക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വം വരുത്തി അതുമായി ബന്ധപ്പെട്ട് BJP-ക്ക് അകത്ത് തന്നെ ഉള്ള പടലപ്പിണക്കങ്ങൾ, BJP-യുടെ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇത് സ്പോൺസേഡ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിട്ടുനിന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ആധികാരികതയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് വോട്ട് കുറയുന്നോ വോട്ട് ഷെയർ കൂടുന്നോ എന്നൊക്കെയുള്ള ഓരോ മണ്ഡലത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ്. വോട്ട് കൂടിയാലും കുറഞ്ഞാലും വളരെ വ്യക്തമായ ഒരു മേൽക്കൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതെല്ലാം പോസിറ്റീവ് വോട്ടുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് വോട്ടുകളിൽ മാത്രം ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് കുറഞ്ഞാലും കൂടിയാലും അതിന്റെ പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഷെയർ അവിടെ LDF-നുണ്ടാകും. അതിന് മെജോറിറ്റിയിലേക്ക് തന്നെ പോകും. തർക്കമൊന്നും വേണ്ട അക്കാര്യത്തിൽ. ആറന്മുള മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു സംശയത്തിന്റെ ആശങ്കയുടെ ഉണ്ടായിരിക്കും. ഈ പോളിംഗ് കുറയുമ്പോൾ ചില മുന്നണികൾ ജയിക്കും, ചില മുന്നണികൾ തോക്കും. ഇതൊക്കെ പഴയ കോൺസെപ്റ്റായി. ഇപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ മാറിയിരിക്കുന്നു. കാരണം ഒരു പാർട്ടിക്കും ഈ പറയുന്ന രീതിയിൽ ഒരു കേഡർ സ്വഭാവത്തോടു കൂടി പാർട്ടി അണികളെ സൃഷ്ടിച്ച് അവരെ പോളിംഗ് ബൂത്തിലെത്തുന്ന ഒരു പക്ഷേ പണ്ട് കാലത്ത് കേഡർ പാർട്ടികളൊക്കെ വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ തിരുവല്ലയിലെ വോട്ട് കുറഞ്ഞത് അദ്ദേഹം ഇവിടെ ഇദ്ദേഹം ഉണ്ടല്ലോ, അവിടെ വോട്ട് കുറയാനുള്ള പ്രധാന കാരണം അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ പാർട്ടിക്കുള്ളിലെ ഇപ്പോൾ BJP-യിൽ എന്തോ അദ്ദേഹം ഗ്രൂപ്പിന് BJP-യിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പുറത്തു നിൽക്കുന്നവർക്ക് പറഞ്ഞുണ്ടാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം വന്നപ്പോൾ സ്വാഭാവികമായും പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ഏൽക്കും അല്ലെങ്കിൽ ഇത് വിശ്വസിക്കും എന്നുള്ള നിലക്കാണ് UDF LDF ഈ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP-ക്കുള്ളിൽ പത്തനംതിട്ട ജില്ലയിൽ അത്തരത്തിലൊന്നും തന്നെയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ മറ്റു പാർട്ടികളൊക്കെ എടുത്തതിനേക്കാൾ വളരെ ഗൗരവത്തോടു കൂടിയുള്ള സമീപനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അല്പം കാലതാമസം വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ തുടക്കത്തിൽ അത് മണിക്കൂറുകളേ ഉള്ളൂ, ഒരു 2-3 ദിവസം മാക്സിമം ഒരു കൺഫ്യൂഷൻ ചില മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതിനെയൊക്കെ എത്രയോ ഫലപ്രദമായിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടർമാരെയൊക്കെ വൈകുന്നേരം പോളിംഗ് തീരുന്നതിന് മുമ്പ് പോളിംഗ് ബൂത്തിലെത്തിക്കാനും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനും ഉള്ള കൃത്യമായ വ്യവസ്ഥാപിതമായ ഞങ്ങളുടെ ഒരു മെക്കാനിസം തന്നെ ഉണ്ടായിരുന്നു. ആ മെക്കാനിസം പത്തനംതിട്ട ജില്ലയിൽ വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. വോട്ട് കുറഞ്ഞത് ഓരോ മണ്ഡലങ്ങളിലും ആരുടെയാണെന്നുള്ളത് വേണേൽ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. പൊതുവെ പോളിംഗ് കുറഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അക്കൗണ്ടിൽ ആണ്, അല്ലെങ്കിൽ അത് പാർട്ടിക്കുള്ളിലെ ഏതെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാണ് എന്ന് പറയുന്നത് യാതൊരു വിധമായ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു പ്രസ്താവനയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണൽ UDF പ്രധാനമായിട്ടും വോട്ടർമാർ മുമ്പിൽ എന്തായിരുന്നു? പ്രധാനമായിട്ടും ഉയർത്തിക്കൊണ്ടുവന്നത് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ഭരണ സംവിധാനം സാധാരണക്കാരെ ഇത്രയധികം ദ്രോഹിച്ച, ജനങ്ങളിൽ നിന്നും അകന്ന ഒരു ഭരണ സംവിധാനമില്ല. അഴിമതി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, സാമ്പത്തികമായ ക്രമക്കേടുകൾ, ഇതെല്ലാം കൂടിക്കുഴഞ്ഞ ഒരു ഭരണ സംവിധാനമായിരുന്നു ശ്രീ പിണറായി വിജയൻ്റെ ഭരണ സംവിധാനം. അവസാനം അവർ പറഞ്ഞ് ഞങ്ങൾ കിറ്റ് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഈ കിറ്റ് കൊടുക്കുന്നത് മാത്രമാണ് ഒരു ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മയായിട്ട് നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. കിറ്റ് വോട്ടായിട്ട് മാറുമെന്നാണ് ഇവർ ധരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ കുറേ വോട്ടുകൾ ലഭിച്ച് ഇവർ പല സ്ഥലങ്ങളിലും അധികാരത്തിൽ വന്നൊരു യാഥാർത്ഥ്യമാണ്. അത് കിറ്റിൻ്റെ മാത്രമല്ല, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്ന പാളിച്ചകൾ, പല സ്ഥലങ്ങളിലുള്ള റിബലുകളുടെ ശല്യം, ഇങ്ങനെ പല കാര്യങ്ങളും അതിനുണ്ടായിരുന്നു. കിറ്റ് തന്നെ ഈ കിറ്റിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവർക്കാണ്. പക്ഷെ ഇവർ അത് ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ കുറേ വോട്ടുകൾ ലഭിക്കുമെന്ന് ധരിച്ചു. പക്ഷേ ജനങ്ങളാകമാനം ഈ അഴിമതി നിറഞ്ഞ, ഈ സ്വജനപക്ഷപാതം നിറഞ്ഞ, പിൻവാതിൽ പ്രവേശനം നടത്തുന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർ ചൂണ്ടിക്കാണിച്ച ഒരു വലിയ അഴിമതി എന്ന് പറയുന്നത് സോളാർ കേസാണ്. ആ ഒരു സോളാർ കേസിന്റെ അഴിമതി മാത്രമാണ് ഇവർ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നത്. ഇടതുപക്ഷത്തിനും BJP അടക്കമുള്ള ചില പാർട്ടികൾക്കുള്ള പ്രചരണം നടത്താനുള്ള സമർത്ഥമായ ആ പ്രവർത്തനങ്ങളുള്ളതുകൊണ്ട് അവർ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ആ 5 വർഷക്കാലം കേരളത്തിൽ നടപ്പിലാക്കിയതുപോലെ ഒരു വികസനം നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരി, എന്താ പറയുക,
കിറ്റ് വോട്ടായിട്ട് മാറുമെന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അവർ കിറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കിറ്റ് കൊടുത്താൽ വോട്ട് പിടിക്കുക. കിറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുത്തത്. ഒരു നാട് ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ, അവരുടെ ജീവിത ഉപാധികൾ നഷ്ടപ്പെടുമ്പോൾ, ജീവൻ നഷ്ടപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കുക എന്നല്ലേ ഒരു സർക്കാരിന്റെ കടമ. ഇതെന്ന് പ്രഖ്യാപിച്ചാണ് ഈ കിറ്റൊക്കെ? മാർച്ച് മാസത്തിൽ കൊറോണ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് 88 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി, അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ ഒന്നും നോക്കാതെ 88 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായ കിറ്റ് എത്തിച്ചു. ആ കിറ്റ് ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗം. അത് മാത്രം സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ എത്ര രൂപയാക്കി അത് ഉയർത്തി? അത് ക്രമാനുഗതമായി ഉയർത്തി ഈ നാട്ടിൽ ജനങ്ങൾക്കാകെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്തിക്കുന്ന സാഹചര്യം. ലൈഫ് മിഷനിലൂടെ ലക്ഷക്കണക്കിന് വീടുകളാണ് കൊടുത്തത്. ആർദ്രം പദ്ധതിയിലൂടെ നമ്മുടെ നാട്ടിലെ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള പ്രവർത്തനം. ഇതിനേറെ പോകുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രി നോക്കിയാൽ മതി. എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം? ഇപ്പോൾ എന്താണ്? കാത്തിലാവടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമുള്ള കാത്തിലാവടക്കം ഉള്ള സംവിധാനങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വന്നിരിക്കുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാകെ തന്നെ പരിവർത്തനം ഉണ്ടാകുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് 6,80,000 കുട്ടികൾ പുതുതായി പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നില്ലേ? പണ്ടിതായിരുന്നു അടച്ചുപൂട്ടാൻ പോയവരല്ലേ ഇവിടെ? ലാഭകരമല്ല, ഏതെങ്കിലും കച്ചവടം നടത്തുന്ന ലാഭത്തോടു കൂടി ലാഭകരമല്ല എന്നതിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും അടച്ചുപൂട്ടാൻ വേണ്ടി തയ്യാറെടുത്ത ആളുകളാണ്. അവിടെ നിന്നാണ് പൊതുവിദ്യാഭ്യാസ രംഗം ഇത്രയേറെ മുന്നോട്ട് വന്നത് നമ്മൾ കാണുമ്പോൾ കേരളത്തിൽ സമഗ്രമായ വികസനം, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ. അത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, സ്വയം പുകഴ്ത്തുകയല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ എത്ര അവാർഡുകളാണ് ലഭിച്ചത്? എത്ര മന്ത്രിമാരാണ് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും അടക്കം അഭിനന്ദിച്ചത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എത്ര നിലയിലുള്ള പ്രശംസയ്ക്ക് മാത്രമായി ഈ ലോകത്തെ വിവിധ പത്രങ്ങൾ, വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള എത്രയോ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചു. ഒരു ഹൈക്കോടതി പോലും കഴിഞ്ഞ ദിവസം പരാമർശിച്ചില്ലേ? കേരളത്തെ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ പിണറായി വിജയൻ കിറ്റ് കൊടുത്തത് കൊണ്ടാണ്. കിറ്റ് ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനം തന്നെയാണ്, തർക്കമൊന്നുമില്ല. അത് കൊടുത്തിട്ടുണ്ടാകും. ഈ പറയുന്ന കിറ്റ് വോട്ടാകുമോ അതുപോലെ നമ്മുടെ ശബരിമലയിലെ ഈ പറയുന്ന വിഷയങ്ങളാണോ വോട്ടായിട്ട്? അവര് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയത് കിറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതൊക്കെ ബാക്കിയൊക്കെ അതിന്റെ പുറകെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സത്യത്തില് കഴിഞ്ഞ ഗവൺമെന്റ് അടിപൊളി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും വലിയ തോതിൽ ആരോപണങ്ങൾക്ക് വിധേയരായപ്പോൾ അവർക്ക് കിറ്റ് അല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ കിറ്റ് കൊടുത്തപ്പോൾ പോലും ആ കിറ്റിനുള്ളിലെ സാധനം കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെന്ന് പോലും പറയാനുള്ള മനസ്സില്ലാതെയാണ് ഇതിന്റെ വിതരണം നടത്തുന്നത് എന്നുള്ള ആലോചിക്കണം. അതെന്തും ആയിക്കോട്ടെ, ഓരോ ഗവൺമെന്റ് അവരുടെ നിലപാടൊന്നുമായിട്ട് ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞോട് ഞാൻ ചോദിച്ചു. LDFിന്റെ അഴിമതി മാത്രമല്ല ഇപ്പം ചർച്ച ചെയ്യുന്നത്. അതിന് മുമ്പുള്ളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ നിസ്സാരമായിട്ട് അദ്ദേഹം പറഞ്ഞു ഈ സോളാർ കേസ് മൊത്തം സോളാർ കേസല്ലല്ലോ. അന്ന് ബാർക്കോഴ കേസുണ്ട്. അന്ന് ഏറ്റവും ആരോപണ വിധേയനായ മാണിയുടെ മകനും മാണിയൊക്കെ ഇപ്പോൾ LDFിന്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ അഴിമതി നടത്തുക മാത്രമല്ല, അഴിമതിയെ രണ്ട് മുന്നണികളും മാറി മാറി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ സംരക്ഷിക്കുന്നു, അവരെ സംരക്ഷിച്ച് പിടിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ 2-3 മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഴിമതിരഹിത ഭരണം തന്നെയാണ്. അത് പറയാനുള്ള ആർജവം ഇന്ന് രാജ്യത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ ഉള്ളൂ. രണ്ട്, ഞങ്ങൾ അതേപോലെ വികസനത്തെ പറ്റി ശരിക്കും വികസനം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഈ സാമൂഹ്യക്ഷേമ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്നതാണ്. അത് ഇപ്പോൾ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കളക്ടർ ഇരുന്നാൽ പത്തനംതിട്ടയില്ല ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ ഗവൺമെന്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത്. നല്ലൊരു ഭരണാധികാരി ഉണ്ടായാൽ ഒരു കളക്ടർ, ഒരു റവന്യൂ ഓഫീസർ ഉണ്ടായാൽ മതി. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ, പത്തനംതിട്ട ജില്ലയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട റോഡുകൾ, അപ്രോച്ച് റോഡുകൾ എത്രയോ വർഷമായി, 10-40 വർഷമായി ഓമല്ലൂരൊക്കെ ഒന്ന് കടന്ന് പത്തനംതിട്ട എത്തണമെങ്കിൽ എൻ്റെ നാട് എലന്തൂരാണ്. എലന്തൂർ വഴി വണ്ടി കടന്ന് പത്തനംതിട്ട എത്തണമെങ്കിൽ എന്തുമാത്രം ടൈറ്റാണ് റോഡുകൾ. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് റാന്നിന്ന് പോന്നിന്നുള്ള റോഡ് വൈഡൻ ചെയ്തുകൊണ്ട് മാത്രം ആ വലിയ പദ്ധതി, അത് എത്രയായി 10-18 വർഷക്കാലമായ പദ്ധതി നടപ്പിലാക്കാതെ പൂർത്തീകരിക്കാതിരിക്കുക ഈ ഗവൺമെന്റ്. ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് 56,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടത്തിയ സർക്കാരായിരുന്നു.
സാർ ഇത് പറച്ചിലല്ല, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ആറന്മുള മണ്ഡലത്തിൽ തന്നെ BMC അനുസരിച്ച് എത്ര റോഡുകൾ നടത്തി? 38ഓളം റോഡുകൾ നടത്തിയില്ലേ BMC? പ്രധാനപ്പെട്ട റോഡിന്റെ അവസ്ഥ എന്താ? കേരളത്തിൽ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട റോഡിന്റെ അവസ്ഥ താങ്കളെന്ന് പറയും. ജില്ലയിലെ റോഡുകളില് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം മാറി. അതോടൊപ്പം തന്നെ കിഫ്ബി പദ്ധതി പ്രകാരം ഈ 56,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് വന്നത് ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയരുത്. എത്ര എണ്ണം വേണമെങ്കിൽ പറയാം. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡിന്റെ അവസ്ഥ എന്താ? കേരളത്തിലെ എത്ര MLA-മാര് പോയി, എത്ര MP-മാര് പോയി? ഞാൻ ഒരു പത്തനംതിട്ട എന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന റോഡ്, പത്തനംതിട്ടയിൽ നിന്ന് പന്തളത്തിന് പോകുന്ന റോഡ് എത്രയോ ശ്വാസം മുട്ടിയ. ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെ നടപ്പിലാവും? ഇപ്പൊ പോലും ഒരു നമ്മുടെ ജനപ്രതിനിധികളുടെ മനസ്സിൽ പോലും അവരുടെ വിഷനിൽ പോലും ഇതൊന്നുമില്ല. അതുകൊണ്ട് BJP ഞങ്ങൾ പറയുന്നത് വികസനം എന്ന് പറയുന്നത് അടുത്ത തലമുറക്കൂടെ വേണ്ടിയില്ല. അങ്ങനെ ദീർഘദൂര കാഴ്ചപ്പാടോടുകൂടി സമഗ്ര വികസനം അതിന്റെ കോൺസെപ്റ്റിൽ തന്നെ ചിന്തിക്കാനും ചെയ്യാനും സാധിക്കുന്ന ജനപ്രതിനിധികളെ പത്തനംതിട്ട കണ്ടായിട്ടില്ല. അത് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സക്കീർ ഹുസൈൻ ഇവിടെ കുറച്ച് വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനേക്കാട്ടിലും കൂടുതൽ അഴിമതി നടത്തിയിരിക്കും. 1-2 അഴിമതികളല്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ലൈഫ് മിഷൻ. ആ ലൈഫ് മിഷൻ സാധുക്കൾ കൊടുക്കുന്ന വീട് കൊടുക്കുന്ന പദ്ധതി, അതിൻ്റെ അകത്ത് ഒരു വലിയ തട്ടിപ്പാണ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്. അതിനെക്കുറിച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം കടൽ വിൽക്കാൻ ഉള്ള നടപടി, അതിപ്പോൾ തീരദേശ മേഖലയിൽ കോൺഗ്രസ് അനുകൂലമായ ഒരു വലിയ കാറ്റായി മാറുകയാണ് എന്ന് പറയുന്ന പോലെയുള്ള ധാരാളം ക്രമക്കേടുകൾ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആയിരക്കണക്കിന് യുവജനങ്ങൾ ഒരു തൊഴിലിന് വേണ്ടി PSC ആശ്രയിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് മന്ത്രിമാരുടെ ബന്ധുക്കൾ, MLA-മാരുടെ ഭാര്യമാർ, അവരുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾ, ഇവരെല്ലാം പിൻവാതിൽ പ്രവേശനങ്ങൾ തിരികെ കയറ്റിയാണ്. ഏറ്റവും അവസാനം മന്ത്രിക്ക് രാജിവെക്കേണ്ടതായിട്ട് വന്നു. ഇതിൽ കൂടുതൽ ഗതികേടുണ്ടോ? ഒരു മന്ത്രിക്കല്ല, അതിനു മുമ്പ് മറ്റൊരു മന്ത്രിക്ക് രാജിവെക്കേണ്ടതായിട്ട് വന്നു. ഈ 5 മന്ത്രിമാർ രാജിവെച്ചത് അഴിമതിയിൽ കൂടിയാണ്, ക്രമക്കേടുകളിൽ കൂടിയാണ്. അങ്ങനെ ഒരു ഭരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അടിസ്ഥാനപരമായ ആളുകളും തിരിച്ചെത്തി ഇല്ല എന്ന ഈ അഴിമതി ആരോപണങ്ങൾ നടക്കുന്നതല്ലാതെ അതിനെ അഗ്നിശുദ്ധി വരുത്തി തിരികെ വന്ന പാലത്തിന്റെ കാര്യം ആലോചിച്ചാൽ മതി. മാത്രമല്ല, ഇവിടെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതുപോലെ റോഡുകളുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു വികസന കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓമല്ലൂർ പോകുന്നതും തിരുവല്ലായി പോകുന്ന റോഡുകളുടെ പഴയ കണ്ടീഷൻ അല്ല ഇപ്പോഴത്തെ റോഡുകൾ. വികസനമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ ഹൈവേ അത് വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് മുടങ്ങിക്കിടന്ന ആ പദ്ധതി ആരാണ് പൂർത്തീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്തത്? ഇടതുപക്ഷ ജനാധിപത്യം ഒന്നിന് വന്നതിന് ശേഷമല്ലേ അവസാനിപ്പിച്ചു പോയില്ലേ? ഇപ്പോഴും ആലപ്പുഴയും തിരുവനന്തപുരം വരെ ഇപ്പോഴും റോഡുകളുടെ കാര്യമൊക്കെ, റോഡുകളുടെ കാര്യത്തിലുള്ള വികസനം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല. UDF-ന്റെ ഭരണകാലത്തും റോഡുകളുടെ കാര്യത്തിൽ ധാരാളം റോഡുകളുടെയും അങ്ങനെയുള്ള അടിസ്ഥാന വികസനങ്ങളൊക്കെ ഏതൊരു ഗവൺമെന്റ് വന്നാലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിനേക്കാട്ടിലുപരിയായിട്ട് ആരോഗ്യരംഗത്തെ വികസനങ്ങൾ, സാധാരണക്കാരെ സംരക്ഷിക്കാനുള്ള നേട്ടങ്ങൾ, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നടപടികൾ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവരെന്ത് ചെയ്തു? തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിഞ്ഞു. സർക്കാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് കൊടുത്താണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു, പക്ഷെ അത് CPM-ന്റെയും MLA-യുടെ ഭാര്യയുമായി എത്ര ആളുകളെയാണ് നിങ്ങൾ പിൻവാതിൽ നിയമനവുമില്ല. കേരളത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ജില്ലയിൽ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ജില്ലയിൽ അത് മാത്രമല്ല, ജില്ലയെ സംബന്ധിച്ച് എന്തൊക്കെ ജില്ലയിൽ ഇത് അവതരിപ്പിച്ചു. അത് കൂടാതെ ഓരോ MLA-മാരുടെ, ഇവിടെയുള്ള നിലവിലുള്ള MLA-മാരുടെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രജനകമായ പ്രവർത്തനങ്ങളല്ലേ ഇവിടെ നടന്നത്. അദ്ദേഹം പറയുന്നത് ശ്രീമതി വീണ ജോർജിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യുന്നു. ഏത് വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കാം? റോഡിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. അത് ഇദ്ദേഹത്തിന്റെ കാലത്ത് ജില്ലയിൽ തന്നെ എന്റെ ശ്രദ്ധ KSRTC ബസ് സ്റ്റാൻഡ്, കോഴഞ്ചേരിയിലെ പാലം, ഈ പറയുന്ന ചില വീണ ജോർജാണ്. എത്ര അതെങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്? നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരു പദ്ധതി കൊണ്ടുവന്ന് ഗവൺമെന്റ് മാറിക്കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങനെ പറയുവാണെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റ് അത് കൊണ്ടുവന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്യു തോമസ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അത്. ഞങ്ങൾ ഇക്കാര്യത്തില് ഈ വികസനത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ BJP-യുടെ സ്ഥാനാർത്ഥി പാലക്കാട്ട് ശ്രീധരൻ സാറ്, മെട്രോമാൻ, അദ്ദേഹം കേരളത്തിലെ ഞങ്ങളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ മാറി മാറി മുന്നണി വരുന്നുണ്ട്, ഇവിടെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിലെ വികസന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സമയബന്ധിതമായി പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്.
ഇപ്പോൾ താങ്കൾ പറഞ്ഞ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞു, അല്ല ഏതെങ്കിലും പാലം പറയാം, നീ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറയാം. സാർ ഇതൊക്കെ തുടങ്ങിയിട്ട് 15-20 വർഷങ്ങളായി. 5 കൊല്ലം കൊണ്ടോ 6 കൊല്ലം കൊണ്ടോ തീരേണ്ട പദ്ധതി 20 കൊല്ലം കൊണ്ട് തീരുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന വലിയ ബാധ്യത ഇത് പാവപ്പെട്ട ജനങ്ങളുടെ തലയിലാണ് വെച്ച് കിട്ടുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ജനപ്രതിനിധികൾ ഇതല്ലേ നോക്കേണ്ടത്, ഇതല്ലേ ചെയ്യേണ്ടത്, ഇതിനകത്തുള്ള ഇടപെടലല്ലേ ജനപ്രതിനിധികൾ നടത്തേണ്ടത്? ഈ ജില്ലയിൽ സമയബന്ധിതമായി പരിപാടി നടത്തുന്നില്ല എന്നുള്ളതാണ്. ഏത് പദ്ധതി വന്നാലും ഇവർക്ക് അവകാശപ്പെടാം. കാരണം 15-20 കൊല്ലം കൊണ്ട് 2 തവണ ഇവർ വന്ന് ഭരിച്ചിട്ടുണ്ട്. 2 മുന്നണികൾ തന്നെയാണ് അതിനകത്ത് തുടക്കം കുറിച്ചത്. അന്ന് ഇരുന്ന MLA ശിവദാസൻ നായരായിരുന്നു. എന്നാണ് പൂർത്തിയാക്കിയത് വീണ ജോർജ് ആണെന്ന് പറയുന്നു. അതാണ് തർക്കം. പക്ഷെ അതിനകത്ത് ഒത്തിരി ഫണ്ട് കിട്ടാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂർത്തീകരിച്ചു എന്നുള്ളത് കഴിച്ചേട്ടൻ പറയാൻ കാലതാമസം വരുത്തി. എന്തുകൊണ്ടാണ് പൂർത്തീകരിച്ചില്ല? അങ്ങനൊന്നുമല്ല, അതെല്ലാം കാരണം ഇത് പാലാരിവട്ടം പാലം കണ്ടില്ലേ, പാലാരിവട്ടം പാലം സമയബന്ധിതമായി ഫണ്ട് മറ്റേ തിരുവല്ലയിലെ ഫണ്ട് എടുത്തായിരുന്നു. ആ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കിഫ്ബിയോ മറ്റേത് രീതിയിലാണെന്ന് തോന്നുന്നു, ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ. പക്ഷേ പത്തനംതിട്ടയിൽ ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് കൊടുക്കുകയായിരുന്നു. മനസ്സിലായല്ലോ? ആ ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് കൊടുത്ത് ആ ഫണ്ട് ഉപയോഗിച്ചാണ് പണികൾ തുടങ്ങി എനിക്ക് തോന്നുന്നു 1ാം നില വരെ കണ്ടായെന്ന് തോന്നുന്നു. അതിനുശേഷം നടത്തുന്നതിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനമല്ലേ. അതിനുശേഷം ഗവൺമെന്റ് മാറി പുതിയ MLA വന്നു. 10 വർഷം കൊണ്ടാണ്. 10 വർഷം കൊണ്ടല്ലോ, 10 വർഷത്തിന് മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന 2010, 2005, 2010 കാലയളവിലാണ് ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം 10 വർഷക്കാലം അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് അവകാശപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞത് 2 മാരാമൺ പാലം ശിവദാസൻ നായർ MLA ആയിരുന്നപ്പോഴാണ് ടെൻഡർ നടപടികൾ വരെ പൂർത്തീകരിച്ചിട്ട് പോയത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് അവകാശപ്പെടുവാൻ ഇവർക്ക് സാധിക്കും. ഈ കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും EMS ഗവൺമെന്റ് കാലത്ത് തുടങ്ങി വെച്ചാണ്. ഒരു നടപടി തുടങ്ങും. സമയബന്ധിതമായ ഒരു പരിപാടി ഒരു പ്രോജക്ട് തീരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അഴിമതി ഉണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചോണം. BJPക്ക് എന്ത് വേണം പറയാം, സമയബന്ധിതമായി തീർക്കുന്നതിന് ഇതേപോലെ നടപടികളെടുത്ത് ഒരു സർക്കാർ കേരളത്തിലുണ്ടായിട്ടില്ല. ജില്ലാ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിന് പണി ഉടനെ ആരംഭിക്കുമെന്ന് പറഞ്ഞു എത്ര നാളുണ്ട്, നടന്നില്ല. പക്ഷെ അതിനകത്ത് നമ്മൾ അഭിമാനിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് പ്രസംഗിക്കാൻ ഒരു വേദി പത്തനംതിട്ട ഉണ്ടായത് ഒരു ഗ്രാമത്തില്, പ്രമാണം ഒരു ഗ്രാമത്തിൽ പ്രസംഗിക്കാനുള്ള വേദി അനുയോജ്യമായ അടൂർ പ്രകാശിന്റെ ആ സമയത്ത് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ കാര്യങ്ങൾ പോയി. ഇവിടെ ചെയ്യാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ എന്തുകൊണ്ട് സാധിച്ചില്ല? ശിവദാസൻ നായർ MLA ആയിരുന്നപ്പോൾ 2 കോടി രൂപ അനുവദിച്ചിട്ട് പവലിയന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇവർ പറയുന്നത് കിഫ്ബിയിൽ കൂടി സ്റ്റേഡിയം പണിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തിയത്. ഇവിടെ ഏത് പദ്ധതി ആരംഭിച്ച പവലിയൻ 2 കോടി രൂപ അല്ലാതെ വേറെ ഏതെങ്കിലും പൈസ ഉണ്ടായിരുന്നു? വേറെ എന്തെങ്കിലും പദ്ധതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബഹുമാന്യനായ KKR സാർ MLA ആയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആ ഒരു വിഷനോട് കൂടി അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളല്ലാതെ പിന്നീട് വന്ന ഒരു MLA മാർക്ക് ഞാൻ ഒരു കാര്യത്തിൽ എത്ര ഫ്ലെക്സിലുള്ള പ്രചരണമല്ലാതെ വളരെ മനോഹരമായ ഫ്ലെക്സ് വെക്കാൻ ഇവരൊക്കെ വിടുന്നവരാ. അതിലൂടെ അല്ലാതെ ഞാൻ ചോദിച്ചോട്ടെ, ഈ റിംഗ് റോഡ് ഉൾപ്പെടെ പത്തനംതിട്ട റോഡിൽ രൂപവും ഭാവവും ഒക്കെ കൊടുത്തത് ബഹുമാന്യനായ KKR സാറിന്റെ കാലത്ത്. അതിനുശേഷം ഏത് MLA മാരുടെ കോൺട്രിബ്യൂഷന് നമ്മുടെ മണ്ഡലത്തിലുണ്ടായി എന്നാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് ഇതൊക്കെ സാധാരണ നിലയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട വളർച്ചയും വികസനമേ ഉള്ളൂ. ഇതിന് ഇവരൊന്നും ഇല്ലെങ്കിൽ നടക്കുന്നേ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നല്ല റവന്യൂ ഓഫീസർ ഉണ്ടായാൽ മതി ഈ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട്. BJPയുടെ ആഗ്രഹമാണ് വേണ്ട, ജനപ്രതിനിധികൾ വേണ്ട, അവരുടെ ഭാവിയിലുള്ള ഒരു ചിന്ത അവർ പറഞ്ഞു വരുന്നത് അതിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ഇതാരും വേണ്ട, ഒരു പ്രധാനമന്ത്രി ഒരു പ്രസിഡന്റ് മാത്രം മതി, ഞങ്ങൾ ചെയ്തോളാന്നോ? അതൊന്നും അവരുടെ കാര്യങ്ങൾ. ഇവിടെ ജനപ്രതികളുണ്ട്, ജനപ്രതികൾ അവരുടെ കാര്യങ്ങൾ KK നായർ സാറിനെ അഭിനന്ദിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇവരാരും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ BJPയോ CPMോ KK നായർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അതോടൊപ്പം നിന്ന് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ അന്ന് നഗരസഭയുടെ ഭരണം ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ പോലും അന്നത്തെ പ്രതിപക്ഷ നേതാവായുണ്ടായിരുന്ന മരണപ്പെട്ട അഡ്വക്കേറ്റ് എബ്രഹാം മണ്ണായിക്കലടക്കം അവരെല്ലാവരും ഒരേപോലെ നിന്ന് സി മീര സാഹിബ്, അതോടൊപ്പം തന്നെ എബ്രഹാം മണ്ണായിക്കല്, KK നായർ സാറ്, ഇവരെല്ലാം ഒരേപോലെ നിന്ന് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്.
കെ നായർ സാർ വിഷൻ ഉണ്ടായിരുന്നു. കെ ആർ സാറ് അദ്ദേഹത്തിൻ്റെതായ സംഭാവന ചെയ്തു. പക്ഷേ അതിനുശേഷം പത്തനംതിട്ടയിൽ കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എങ്കിൽ അത് വീണാ ജോർജിന്റെ ഭാഗത്തുനിന്ന് അത് തടഞ്ഞതും ആരാണ്? ഇപ്പൊ പത്തനംതിട്ടയിൽ തന്നെ നമ്മൾ പറയുന്നല്ലോ, അടിസ്ഥാന സൗകര്യത്തിലെ വികസനം വേണമെന്ന് പറഞ്ഞാൽ, വിഷൻ വേണമെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആളുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം. ഇപ്പോ അതിന്റെ വിഷന്റെ ഭാഗമായിട്ടാണ് വീണാ ജോർജ് നമ്മുടെ ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആയത്. അതിന്റെ ടെൻഡർ കഴിഞ്ഞിരിക്കുന്നു. ഫ്ലൈ ഓവറിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കിഫ്ബി ഫണ്ടിലൂടെ ജില്ലയിലെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം തടഞ്ഞു വെച്ചില്ലേ 5 വർഷക്കാലം? ആരാണ് അതിന്റെ ഉത്തരവാദികൾ? ആധുനിക ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് അത് മറ്റ് രാജ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫിഷ് മാർക്കറ്റാണ്. തടഞ്ഞു വെച്ചില്ലേ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി? ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രണ്ടു കൂട്ടരും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ലല്ലോ. പറഞ്ഞു ഫ്ലൈ ഓവർ പറഞ്ഞു, അത് സ്റ്റേഡിയത്തിന്റെ കാര്യം പറഞ്ഞു. ഫ്ലൈ ഓവർ നടന്നു എന്നാണ് പറഞ്ഞത്. KSRTC ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവർ പത്തനംതിട്ടയിലെ മാർക്കറ്റിന്റെ പണി തുടങ്ങുന്നു. നിങ്ങളുടെ ഗവൺമെന്റ് അവസാനിച്ചു. ഗവൺമെന്റ് അവസാനിച്ചാലും പദ്ധതിയും അതിനാവശ്യമായ ഫണ്ടും വെക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷമാണ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. 5 വർഷം MLA ആയിരുന്ന ആള് അവരുടെ പ്രതിനിധിയാണ് പറയുന്നത്, ഫ്ലൈ ഓവർ ഞങ്ങൾ എല്ലാം റെഡിയായിരുന്നു. എപ്പോഴാണ് റെഡിയായത്? 5 വർഷം വേണോ ഒരു ഫ്ലൈ ഓവർ പണിയാൻ? 5 വർഷം വേണോ മാരാമൺ പാലം പണിയാൻ? 5 വർഷമായിട്ട് 5 വർഷം വേണോ സ്റ്റേഡിയത്തിന്റെ വികസനം നടത്താൻ? ഇതെല്ലാം അവസാനം ഞങ്ങൾ ചെല്ലാൻ തുടങ്ങി വെച്ചെന്നാ പറയുന്നത്. ഇതെന്താ നേരത്തെ തുടങ്ങി വെക്കാൻ? എന്താ 5 വർഷം ഇവർക്ക് ജനങ്ങൾ കൊടുത്തതല്ലേ? അപ്പം ഈ 5 വർഷം കൊടുത്തു എന്ന് പറയുന്നിടത്ത് ഒന്നും ചെയ്തില്ല. ഏറ്റവും അവസാനം ഇലക്ഷൻ ഇന്ന് നാളെ അല്ല ഇന്ന് 11 മണിക്ക് പ്രഖ്യാപിക്കുകയാണ്. 10 മണിയാകുമ്പോൾ MLA പറയുകയാണ് ഫ്ലൈ ഓവറിന് ഞാൻ ടെൻഡർ എല്ലാം ആയത്. ആരെയൊക്കെ വിളിപ്പിക്കാനാണ്? ഇതെല്ലാം റെക്കോർഡിക്കലായി ഉള്ളതല്ലേ? ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് 2014 അനുവദിച്ചത്. ഫ്ലൈ ഓവർ 2016 ഫ്ലൈ ഓവർ അനുവദിച്ചത്. ഒരു താങ്കൾക്ക് അറിയാമല്ലോ, ഒരു പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്രോജക്ട് നടപ്പാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? പ്രോജക്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് കൗൺസിൽ പരിഗണിക്കണം, അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, പിന്നീട് DPCയുടെ അംഗീകാരം വേണം, അതിനുശേഷം അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാവണം, അത് TS ലഭിക്കണം, ആ TS ടെൻഡർ ചെയ്യണം, ടെൻഡറിന് ശേഷം ഇത് നടപടിക്രമങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളുടെ ഗവൺമെന്റ് ഈ പറയുന്ന പല കാര്യങ്ങൾക്ക് എന്ത് നടപടിക്രമമുണ്ട്? ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം ആരോപണ വിധേയനാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞൊരു കാര്യം താങ്കൾ ഓർമ്മയുണ്ടോ? അദ്ദേഹം തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു സ്പ്രിംഗ്ലറിന്റെ കാര്യം അത് ഞാൻ എന്റെ ഉത്തരവാദിത്വമാണ്, ഞാനാണ് ചെയ്തത്, അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. നിങ്ങൾ എന്ത് നടപടിക്രമം ഇക്കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്നായി പറയുന്നത്? അഴിമതി നടത്തേണ്ട രംഗത്തും മേഖലകളിലൊന്നും ഈ നടപടിക്രമം ഒരു വിഷയമേ അല്ല. എവിടെയാണ് നിങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുള്ളത്? പാൻഡമിക് സിറ്റുവേഷൻ വരുമ്പോൾ എടുക്കുന്ന നടപടിക്രമങ്ങളും സാധാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടക്കുന്ന നടപടിക്രമങ്ങളും പാൻഡമിക്കിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളതാണോ? എവിടെ പിൻവാതിൽ നിയമനം നടത്തിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്? നിങ്ങൾ എവിടെയാണ് ഈ പിൻവാതിൽ നിയമനം തുടക്കത്തിലേക്ക് വരുന്നത്? ഒരു MLA-യുടെ ഭാര്യ എത്ര ക്വാളിഫിക്കേഷൻ ആയി പോയെങ്കിലും അത് CPM-ന്റെ MLA ആണെന്നുണ്ടെങ്കിൽ 5 നിയമസഭാ മണ്ഡലമായിരുന്നു ജില്ലയിലെ. റാന്നി, കോന്നി, ആറന്മുള, അടൂർ, തിരുവല്ല. ഈ 5 എത്ര BJP ജയിക്കും? ഏതൊക്കെ സ്ഥലത്ത് നമ്മുടെ ജില്ലയിലെ 5 പ്രതീക്ഷയുണ്ട്. സ്വാഭാവികമായിട്ടും 5 BJP മത്സരിക്കും അവകാശപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മള് തെരഞ്ഞെടുപ്പില് ഈ ജനങ്ങളുടെ അവകാശമാണല്ലോ വോട്ടവകാശം, അതിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നവരുണ്ട് യോജിക്കും. ജനങ്ങൾ വളരെ ബുദ്ധിപരമായി കാര്യങ്ങൾ വിലയിരുത്തി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പിന്നെ പല ഘടകങ്ങളും പല സമവാക്യങ്ങളും പാർട്ടിക്ക് ഉള്ളിലുണ്ടായ ക്രോസ് വോട്ടിംഗ് ഉണ്ട്. കേരളത്തിൽ കുറേയേറെ കാലമായി BJP എവിടെയെങ്കിലും ജയിക്കുമെന്ന് കണ്ടാൽ CPM-കാരന് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യാനൊരു മടിയുമില്ല, കോൺഗ്രസ്സുകാർക്ക് CPM-ന് വോട്ട് ചെയ്യാനും മടിയില്ല. അത് കേരളം പല തവണ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും ആ തരത്തിലുള്ള ശ്രമങ്ങൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ കൂട്ടിക്കഴിച്ചത് കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞത് ഒരു 2-3 സീറ്റിലെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഉള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പുറകിലുണ്ടാകും. CPM-നെ സംബന്ധിച്ചുള്ള വിലയിരുത്താൻ ഞാൻ ആളല്ല, അത് അവർ ഇല്ല. എനിക്ക് ആ തരത്തിൽ അവരുടെ കാര്യങ്ങളെ പറ്റി കാര്യത്തിൽ ഇടപെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 5 സീറ്റും നേടുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. BJP ഒരു സീറ്റ് നേടുകയില്ല.
CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷെങ്കിൽ തിരുവല്ല കിട്ടുമെന്നായിരുന്നു. എന്നാൽ തിരുവല്ലയും ലഭിക്കുകയില്ല എന്നുള്ളതാണ് അവസാനം ഞങ്ങൾ കിട്ടുന്ന സൂചനകളും ഞങ്ങളുടെ UDF തന്നെ വിജയിക്കുന്നുള്ള പ്രതീക്ഷയുമാണ് ഞങ്ങൾക്കുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നല്ല സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് 5 സീറ്റും വിജയിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ DCC പ്രസിഡന്റ് കൊടുത്ത റിപ്പോർട്ട് 3 സീറ്റ് ജില്ലയിൽ കിട്ടുമെന്നാണ് കേന്ദ്ര നേതൃത്വം. അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി 3 സീറ്റ് കിട്ടുമെന്ന്? അവിടെ കൊടുത്ത റിപ്പോർട്ടാണ്, KPCC കൊടുത്ത റിപ്പോർട്ടാണ്. DCC സെക്രട്ടറി ആണ്. ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഞാൻ സൂചിപ്പിച്ചല്ലോ 5 സീറ്റുകൾ ഒരു ആന്റി ഇൻക്യുമെൻസീവ് ആയിട്ടുള്ള ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരമുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ BJP വിജയിക്കുന്ന സാധ്യത വരുമ്പോൾ LDF UDF-നും UDF LDF-നും വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കളിപ്പിക്കാൻ കഴിയും. പല ബൂത്തുകളിലും ആളുണ്ടായിരുന്നില്ലല്ലോ ആറന്മുള മണ്ഡലത്തിൽ. ഞാൻ അഴൂരെ കാതോലിക്കേറ്റ് സ്കൂളിലെ ചെയ്യുമ്പോ ഇതെല്ലാം ധാരണ ബന്ധം ഈ ജില്ലയിലെന്നല്ല സംസ്ഥാനത്താകുണ്ടെങ്കിൽ പോലും യാതൊരു തർക്കവും വേണ്ട. ജില്ലയിലെ 5 സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. തുടർ ഭരണം ഒരേ ഒരു ചോദ്യം കൂടെ, ഈ പറയുന്ന ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ബാധിക്കുമോ? തീർച്ചയായിട്ടും ശബരിമല വിഷയം ബാധിക്കുന്ന കാര്യത്തിൽ തർക്കം വല്ലതുണ്ടോ? ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുവാൻ, വിശ്വാസികളെ സംരക്ഷിക്കാൻ കഴിയുന്ന കോൺഗ്രസ് ആണ് തെളിയിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. ഈ സുരേഷിനെ ഉൾപ്പെടെ, ഈ സുരേഷ് കുമാർ ഉൾപ്പെടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? പോലീസ് സ്റ്റേഷനിൽ വരാതെ കണ്ടിട്ടുണ്ട്, കോടതിയുടെ വരാതെ ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞിട്ടെ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ട മുനിസിപ്പാലിറ്റി ദേശീയ ജനാധിപത്യ സഖ്യം പിടിച്ചത് മുന്നണി വലിയ വിജയം നേടി. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലായതുകൊണ്ടാണ് ശബരിമല. ഈ ശബരിമല വിഷയം കഴിഞ്ഞിട്ടല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്? കോന്നിയിലല്ലേ ശ്രീ സുരേന്ദ്രന്റെ തട്ടകമായി വാഴ്ത്തപ്പെട്ട അവിടെ അദ്ദേഹം എങ്ങോട്ട് പോയി? കോന്നി നിയോജക മണ്ഡലത്തിൽ ഈ പറയുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ തോപ്പിച്ചുകൊണ്ടാണ് ജനീഷ് കുമാർ ഇത്. അന്ന് ശബരിമല പ്രശ്നം വിഷയമല്ലാത്ത ശബരിമല വിഷയം ഈ ഒരു വിഷയമാകുമ്പോൾ ജനങ്ങൾ അവരുടെ അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിക്കാണും. ഇടതുപക്ഷം റിപ്പോർട്ട് ചെയ്തതാണ്. ഇടതുപക്ഷത്തിലെ ഈ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ കൂടുതൽ വോട്ടുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ശബരിമല. അതുകൊണ്ടാണ് പാർലമെന്റ് ഇലക്ഷൻ ഞങ്ങൾ വിജയിച്ചത്. ഇപ്പൊ വീണ ജോർജ് 2019 തോറ്റിരിക്കുക. കാരണം ഈ ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസിനോ UDF-നോ ഒരു ഡിമാൻഡ് വെക്കാനുള്ള ഒരു അവകാശവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് നഗരസഭ ഉൾപ്പെടെ ജനങ്ങൾ ചിന്തിക്കും. ശബരിമലയെ സംരക്ഷിക്കാൻ കഴിയുന്ന ആർക്കാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസ് ഇഷ്യൂ അല്ല, ഇതൊരു വിശ്വാസത്തിന്റെ വിഷയമാണ്. അത് മാത്രമല്ല, സഭകൾ തമ്മിലുള്ള വിഷയങ്ങളിൽ അവിടെ എല്ലാം ഇരട്ടത്താപ നയമാണ് പിണറായി വിജയനും CPM കാണിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സഭകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചോ? ജനങ്ങളെ ആയിക്കോട്ടെ, ഞങ്ങൾ വിശ്വാസികളെ സംരക്ഷിക്കണം, ഞങ്ങൾക്ക് ജനങ്ങളെ സംരക്ഷിക്കണം, സാധാരണക്കാരെ സംരക്ഷിക്കണം. ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ജനങ്ങൾ ധരിക്കുന്നത്. ഞങ്ങൾ വിജയിക്കും. എന്തായാലും മണിക്കൂറിൽ മാത്രം കാത്തിരിക്കാം. ഈ പറയുന്ന ശബരിമല വിഷയമോ അല്ലെങ്കിൽ കിറ്റോ എന്താണ് ജനത്തെ സ്വാധീനിച്ചതെന്നുള്ളത് ഏതാനും മണിക്കൂർ കാത്തിരിക്കുക. നമുക്കറിയാം. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കുള്ള പ്രത്യേകമായി നന്ദി. അത് മതി. എങ്ങനെയുണ്ട് പണി? എങ്ങനെയുണ്ട്? പണിയൊക്കെ കൊള്ളാം. എനിക്ക് പണിയാവാതിരുന്നാ മതി. അച്ഛാ, ഇത് ഭീമയാ. ഇവിടെ പണി സ്വർണത്തിനാ, കൂലിക്കല്ല. സർ, മറ്റെവിടത്തെയും പണിക്കൂലി തന്നെയാണ് ഇവിടെ. സ്റ്റാർട്ടിംഗ് ഫ്രം 3%. നീ പേടിക്കണ്ട, എന്റെ കല്യാണത്തിന് സ്വർണ്ണം എടുത്തപ്പോഴത്തെ കൂലി പോലും ഇല്ല ഇപ്പൊ. എന്നാ പിന്നെ ഒരെണ്ണം എനിക്കും എടുക്ക്.